സ്വാഗതം ജോസ് മോസസ് കിച്ചൺ. സൊക്ക നിങ്ങൾ ആലോചിക്കേണ്ട എന്താ വട്ടായോ? സൊക്ക എന്നിട്ട് സാധനം ഇതൊരു ഫ്ലാറ്റ് ബ്രെഡ് ആണ്. ഫ്രഞ്ച് ഫ്ലാറ്റ് ബ്രെഡ്. ഓ ഫ്രഞ്ച് ഇതൊന്നും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അത് നമ്മുടെ വീട്ടില് എല്ലാ സാധനവും ഉണ്ട് ഈ സാധനം ഉണ്ടാക്കാനായിട്ട്. നിങ്ങൾക്ക് വേണ്ടത് വെറും 4 എന്നിട്ടാ ഒന്ന് കടലമാവ് നിങ്ങളുടെ വീട്ടിലുണ്ടാവും. പിന്നെ എന്നിട്ടാ വെള്ളം ഇല്ലേ, അതും നിങ്ങളുടെ വീട്ടിലുണ്ട്. ഉപ്പ് അയ്യോ അതും നിങ്ങളുടെ വീട്ടിലുണ്ട്. പിന്നെ ഒരു ഒലിവ് ഓയിലാണ്. ഇപ്പൊ നിങ്ങളുടെ വീട്ടിൽ ഒലിവ് ഓയിൽ ഇല്ലെങ്കിൽ അതും പേടിക്കണ്ട. നിങ്ങളുടെ വീട്ടിലുള്ള ഓയിൽ വെച്ചാലും ഈ സാധനം ഉണ്ടാക്കാം. അപ്പൊ നിങ്ങളുടെ സാധനം സൊക്ക, ഫ്രഞ്ച് സൊക്ക. അത് മാത്രമല്ല, ഇതിന്റെ ഒരു ഇന്ത്യൻ വേർഷനും ഞാൻ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. എന്റെ വേർഷൻ കുറച്ചുകൂടി നമ്മുടെ നാടൻ രുചികളും ഒന്നുകൂടി ചേർത്തിട്ട് അതിൽ കുറച്ച് സബോളയും പിന്നെ ഇച്ചിരി തക്കാളി, ഇച്ചിരി വേപ്പിലി, അത്രേ ഉള്ളൂ. വേറെ കൂടുതലായിട്ടൊന്നുമില്ല. ഇച്ചിരി മുളക് പൊടി നമ്മളെ വേണമല്ലോ, എന്നല്ല നമുക്കൊരു ഇതേ ഉള്ളൂ. പിന്നെ എന്നിട്ടാ കുറച്ച് മഞ്ഞപ്പൊടി, ഇച്ചിരി ക്യുമിൻ എന്ന് പറയുമ്പോൾ ജീരകം, അതും ഇട്ടിട്ട് ഒരു വേർഷൻ ഞാൻ കാണിച്ചു തരുന്നുണ്ട്. അപ്പൊ എന്നിട്ടാ സുഖ ഉണ്ടാക്കല്ലോ. നമുക്ക് ഒന്നിച്ചുണ്ടാക്കാം. വളരെ ഈസിയാണ്. നമ്മൾ ഒന്നിച്ചുണ്ടാക്കുന്നു ജോസ് മോസസ് കിച്ചണിൽ. അപ്പൊ മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട്. നമുക്ക് ഇതേപോലെ ഒരു ബോൾ വെക്കാം കേട്ടോ. നമുക്കൊരു വിസ്കും എടുക്കാം കേട്ടോ. നമുക്ക് ആ ബോളിലേക്ക് ചിപ്പി ഫ്ലവർ ആഡ് ചെയ്യാം കേട്ടോ. ബേസിൻ നമുക്ക് ഒലിവ് ഓയിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ആവശ്യത്തിന് ഉപ്പ്, നമുക്ക് കുരുമുളക് ചേർത്ത് കൊടുക്കാം കേട്ടോ. നമുക്ക് അതിനെ അതൊന്ന് മിക്സ് ചെയ്യാം. ആദ്യം കുറച്ച് വെള്ളം ആഡ് ചെയ്യാം കേട്ടോ. ഇത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ. ലംസ് ഒന്നും ഇല്ലാണ്ടാവട്ടെ. ഈ കുറച്ച് ആദ്യം തന്നെ വെള്ളം ചേർക്കാൻ ഗുണം വന്നപ്പോൾ ലംസ് ആദ്യം തന്നെ ഇല്ലാണ്ടാക്കിയിട്ട് പിന്നെ ബാക്കിയുള്ള വെള്ളം ചേർക്കാനായിട്ടാണ് കേട്ടോ. അതാണ് നല്ലത്. അപ്പൊ ലംസ് നോക്കി, ലംസിൽ ഗുണമുണ്ടോ? ലംസ് പോയി കഴിഞ്ഞിട്ട് വേണം നമുക്ക് ബാക്കിയുള്ള വെള്ളം ചേർക്കാനായിട്ട്. അപ്പൊ ഈസി ആയിരിക്കും നമുക്ക്. ഇതേപോലെ സ്കില്ലറ്റ് വെക്കാട്ടോ. നല്ല തിക്കായിട്ടുള്ള സ്കില്ലറ്റ്, അതാണ് നമുക്ക് ഇതിന് വേണ്ടത്. നമുക്ക് നന്നായിട്ടൊന്ന് ചൂടാക്കാം കേട്ടോ. നല്ല ചൂടില് നമ്മൾ വെച്ച സ്കില്ലറ്റ് ഉണ്ടല്ലോ, അത് നോക്കി നന്നായിട്ട് ചൂടാക്കിട്ട് കേട്ടോ. കുറച്ച് ഒലിവ് ഓയിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. എക്സ്ട്രാ വെർജിൻ. നമുക്കതൊന്ന് ചിറ്റിച്ച് എല്ലായിടത്തേക്കും ആക്കാം കേട്ടോ. നമുക്ക് ആ മിക്സ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നമുക്കത് ഓവനിൽ വെക്കാം കേട്ടോ. നമുക്കത് ഓവനിൽ നിന്ന് പുറത്തിറക്കാം കേട്ടോ.
കുറച്ച് ഒലിവ് ഓയിൽ, എക്സ്ട്രാ വെർജിൻ ഒലിവ് ഓയിൽ മുകളിലും തെളിച്ചു കൊടുക്കട്ടോ, ആ ചൂടോടുകൂടി. നമുക്കത് പാനിൽ നിന്ന് മാറ്റാം കേട്ടോ. നോക്കി എഡ്ജുകൾ നോക്കി, എഡ്ജുകൾ ഇങ്ങനെ ക്രിസ്പ് ആയിരിക്കണം. നമ്മുടെ പിസയൊക്കെ കിട്ടണില്ലേ അതേപോലെ ക്രിസ്പ് ആയിരിക്കണം കേട്ടോ. നോക്കി മുകളിൽ ചെറിയ സോഫ്റ്റ്, അധികം സോഫ്റ്റ് അല്ല, ചെറിയ സോഫ്റ്റ്, മുകളിലും അത്യാവശ്യം ക്രിസ്പ് ആയിട്ടുണ്ട്. ഇതിൻ്റെ താഴെയാണെങ്കിൽ നോക്കി നല്ല ക്രിസ്പായിട്ട് ക്രഞ്ച് ചെയ്തിരിപ്പുണ്ടോ. നമുക്ക് ഞാൻ കട്ട് ചെയ്യാം. കുറച്ച് കുരുമുളക് കൂടിയും അതിൻ്റെ മുകളിലിട്ടോ. അപ്പൊ നമ്മുടെ ഫ്രഞ്ച് ഫ്ലാറ്റ് ബ്രെഡ് സൊക്ക റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമുക്കതൊന്ന് തിന്നോക്കാം. ക്രിസ്പ് ഫ്ലാറ്റ്, ലെറ്റ്സ് ട്രൈ. ജസ്റ്റ് കിട്ടുന്നു. കടലമാവ് ആയതുകൊണ്ട് നല്ല നട്ടി ഫ്ലേവർ. എന്നാൽ ഒരു പിസയുടെ ഒരു ടച്ച് ഉണ്ടോ എന്ന് വെച്ചാൽ പിസ ടച്ച് ഉണ്ട്. കാരണം എന്റെ ക്രിസ്പിനെസ്സും അതിന്റെ ബേസില്ലേ പിസയുടെ, അതിന്റെ ഒരു ടച്ച് ഉണ്ട്. പിന്നെ പ്രത്യേകത പറയുന്നത് ഇത് ഗ്ലൂട്ടൻ ഫ്രീ ആണ്. ഒരു വെറൈറ്റി തന്നെയാണിത്. ഈസിയായിട്ട് ഉണ്ടാക്കാനായിട്ട്. ഇതിനും കൂടെ എന്തൊക്കെയല്ല വേണ്ട നമുക്ക്. നല്ല പ്രോട്ടീൻ കണ്ടന്റ് ഉണ്ട്. നമ്മുടെ പിള്ളേർക്ക് ഉണ്ടാക്കി കൊടുക്കാനായിട്ട് ഏറ്റവും സൂപ്പറാണ്. അപ്പൊ എങ്ങനെ തിന്നണ്ടേ, ആസ്വദിച്ച് ഇങ്ങനെ ആസ്വദിച്ചു. ഓക്കെ, ക്രിസ്പി. നമുക്കിതേ ഇച്ചിരി തൈരൊന്ന് മുളച്ചൊന്ന് തിന്നു നോക്കാട്ടോ. അതുകൊണ്ട് എനിക്കൊന്ന് ട്രൈ ചെയ്ത് തുടങ്ങിയത്. ഓക്കെ, തൈര് വെച്ചിട്ടൊന്ന് തിന്നു തുടങ്ങിയത്. വേറെ ഫ്ലേവർ. ഇതും നല്ല കോമ്പിനേഷൻ ആയി കിട്ടും. ഞാൻ തിന്ന് കഴിയാറായി. അപ്പൊ ഒരു കാര്യം നിങ്ങൾ മറന്നു വെച്ചിരിക്കാനായിട്ട് വീണ്ടും ഉറപ്പിക്കാൻ നിങ്ങളെ എന്താ, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ, മറക്കല്ലേ. ജോസ് മോസിസ് കിച്ചൺ. അപ്പൊ ഞാൻ പുതിയ റെസിപ്പി ആയിട്ടും ഇതിന്റെ രണ്ടാമത്തെ റെസിപ്പി ആയിട്ടും ഇപ്പൊ തന്നെ വരുന്നതാണ്. സബോള കുരുക്കുരാന്ന് നൈസായിട്ട് കുരുക്കുരാന്ന് തരിക. തക്കാളി ഇങ്ങനെ ചെറുതായിട്ട് ചോപ്പ് ചെയ്യാം കേട്ടോ. എന്താ വേപ്പല കുരുകുരാന്ന് നൈസായിട്ട് അങ്ങോട്ട് തിരഞ്ഞെടുക്കാം കേട്ടോ. നമുക്ക് മുളക് കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. നമുക്ക് മഞ്ഞൾ, നമുക്ക് കുറച്ച് ജീരകപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ.
നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യും. നമുക്ക് സബോള ചേർത്ത് കൊടുക്കാം കേട്ടോ. നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം കേട്ടോ. നമുക്ക് വേപ്പില ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ. കുറച്ച് ഒലിവ് ഓയിൽ തെളിച്ച് കൊടുക്കാം കേട്ടോ. എക്സ്ട്രാ വെർജിൻ ഒലിവ് ഓയിൽ ഇതൊന്ന് കോട്ട് ചെയ്യാം കേട്ടോ. നമുക്ക് നമ്മുടെ ആ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഒന്ന് ചിറ്റിക്കാം കേട്ടോ. നമുക്ക് നമുക്കതിൻ്റെ മുകളിൽ കുറച്ച് ഒലിവ് ഓയിലൊന്ന് തെളിച്ചു കൊടുക്കാം കേട്ടോ. നമുക്ക് ഓവനിലേക്ക് വയ്ക്കാം കേട്ടോ. നമുക്കത് പുറത്തേക്ക് എടുക്കാം കേട്ടോ. നോക്കി അതിൻ്റെ മുകൾ ഭാഗം ഒന്ന് നല്ല കളർ വന്നിട്ടുണ്ടോ. പിന്നെ അതിൻ്റെ എഡ്ജുകളൊക്കെ നോക്കി ക്രിസ്പ്, എല്ലാ ഫ്ലേവറും എല്ലാം ഇതിൻ്റെ ഉള്ളിലേക്ക് ലോക്ക് ചെയ്തേക്കാണ് കേട്ടോ. നമുക്ക് ആ ബ്രെഡ് പുറത്തേക്ക് എടുക്കാം കേട്ടോ. നമുക്കത് കട്ട് ചെയ്യാം കേട്ടോ. ഇന്ത്യൻ വേർഷൻ സുഖ റെഡി ആയിട്ടുണ്ട്. അപ്പൊ അതും ഒന്ന് നമ്മളൊന്ന് പിടിച്ചു നോക്കല്ലേ. ഇന്ത്യൻ വേർഷൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അടിയിൽ നോക്കി അത്യാവശ്യം നല്ല ക്രിസ്പ് ആയിട്ട് ആ കുക്കിയുടെ കളറ്, സൈഡിലെ എഡ്ജസ് നല്ല ക്രിസ്പി. നോക്കി ഇവിടെ നോക്കി നല്ല കളർ അടിച്ചാൽ നോക്കി. എന്നാൽ ഉള്ളിലാണോ സോഫ്റ്റും കൂടിയാണ്. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഒരു കിടലിനാണ് കേട്ടോ പോവാൻ. ഇന്ത്യൻ ടച്ച് വന്നപ്പോ വേറെ ലെവലിലേക്ക് പോണ്ട്. കാരണം ആ തക്കാളി, സബോള, നമ്മുടെ വേപ്പില, അത് നല്ല നല്ല മതിയാവും കേട്ടോ. അപ്പൊ എങ്ങനെ തിന്നണ്ടേ? ആസ്വദിച്ച് തിന്നണം. എങ്ങനെ ആസ്വദിച്ച്. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിടും. ഇനി ഇതേപോലെ അടിപൊളി വെറൈറ്റി റെസിപ്പി ആയിട്ട് വീണ്ടും വരാം. വളരെ ഈസിയാണ് ഇത് ഉണ്ടാക്കാനായിട്ട്. ഹൈ പ്രോട്ടീൻ ആണ്, ഗ്ലൂട്ടൻ ഫ്രീ ആണ്. നിങ്ങളുടെ പിള്ളേർക്കൊക്കെ ഇത് എന്തായാലും ഇഷ്ടപ്പെടും. ഇത് ജോസ് മോസസ് കിച്ചൺ, ഷെഫ് ജോ ഗ്യാരണ്ടി. ആസ്വദിച്ചു ഒന്ന് മറക്കല്ലേ. ബൈ. നിങ്ങളുടെ കുട്ടികള് ഇപ്പൊ പറയണ്ടോ അമ്മേ ഒന്ന് ഉണ്ടാക്കിത്താ, ഒന്ന് ട്രൈ ചെയ്തെന്നൊക്കെ. ഇപ്പൊ നിങ്ങൾ പറയാൻ പറ്റാം എനിക്കറിയാം. നമ്മുടെ വീട്ടില് ഓവനൊന്നും ഇല്ല, അതുകൊണ്ട് ഉണ്ടാക്കാൻ പറ്റില്ല. അത് ഞാൻ സമ്മതിക്കില്ല. അതിനുള്ളൊരു വഴി ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പൊ ആ വഴിയിൽ കൂടെ നമുക്ക് പോവാം. അപ്പൊ പോവല്ല നമ്മള്, ഞാൻ കാണിച്ചു തരാം എങ്ങനെ ഉണ്ടാക്കണ്ടേന്ന്. നമുക്ക് നമ്മുടെ ആ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നമുക്കത് കവർ ചെയ്യാം കേട്ടോ. നമുക്ക് ചെറു തീയിലിട്ട് അത് കുക്ക് ചെയ്യാം കേട്ടോ. നമുക്ക് ഇനി അത് തുറന്നു വെച്ചൊന്ന് കുക്ക് ചെയ്യാം കേട്ടോ.
ഓക്കെ, എൻ്റെ മോൾ ഭാഗമൊക്കെ ഒന്ന് കുക്കായിട്ടുണ്ട് കേട്ടോ. ഓക്കെ, നമ്മുടെ ഓവനിൽ വെക്കാണ്ട് കുക്ക് ചെയ്തെടുത്ത സൊക്ക കുക്കായിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. പിന്നെ അതിൻ്റെ താഴ്ഭാഗം എന്തായി നോക്കട്ടെ കേട്ടോ. ഓക്കെ, അതേപോലെ തന്നെ നൈസ് ആൻഡ് ക്രിസ്പി. നല്ല ആകെ കൂടുതൽ കുഞ്ഞു വ്യത്യാസം തന്നെയുള്ളൂ, മുകളിലത്തെ ഒരു കളറിങ് ആണ്, അതാണ് നിങ്ങൾക്ക് കിട്ടാത്തുള്ളൂ. ബാക്കി എല്ലാം കൊണ്ടും ഇത് പെർഫെക്റ്റ് ആണ്. ടേസ്റ്റും അതിന്റെ ബോട്ടം സൈഡും എഡ്ജസും എല്ലാം ക്രിസ്പായിട്ട് വരും. പക്ഷെ മുകൾ ഭാഗം ഒരു ഇച്ചിരി, പക്ഷെ അതുകൊണ്ട് ഒരു കുഴപ്പവും നിങ്ങൾക്ക് വരുന്നില്ല കേട്ടോ. കാരണം മറ്റേ നമ്മൾ ബ്രോയിലാണ് ചെയ്യുന്നത്, അപ്പൊ മുകളിൽ നിന്നുള്ള ചൂടാണ്. അല്ലെങ്കിൽ സലമാൻഡറിൽ വെച്ചാലും നമുക്ക് ആ മുകളിൽ നിന്ന് ചൂട് വരുമ്പോഴാണ് ആ മോൾ ഭാഗം ഒന്ന് ക്രിസ്പായി കിട്ടണേ. അതുണ്ടാവില്ല. പക്ഷെ ഇപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സാധനം നേരെ മറിച്ചിടാം, എന്നിട്ട് കുക്ക് ചെയ്യാൻ വേണം ആ സൈഡും വേണമെങ്കിൽ. പക്ഷെ അതിന്റെ ആവശ്യം ഇല്ല, അല്ലാണ്ട് തന്നെ ഇത് കിട്ടണായിരിക്കും.